ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കാനുള്ള ഒരു അമിക്കബിൾ സൊല്യൂഷൻ എന്താണ്? ഇപ്പം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾ സമാധാനമായിട്ടും ശാശ്വതമായിട്ട് ഈ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന ശുഭവും മനോഹരവും എന്ന് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അങ്ങനെ വസിക്കുന്നത് കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പ്രത്യേകിച്ച് ഇവിടുത്തെ യാക്കോക്കാർ നിങ്ങളെ അപ്പൊ അത് എന്താണ് നിങ്ങളുടെ ഒരു സമാധാന നിർദ്ദേശം? പ്രായോഗികം ഇത് അംഗീകരിച്ചുകൊണ്ട് ഇതിൽ പറയുന്ന നമ്മൾക്ക് പോയാൽ വിഷയം തീരും. ഇത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. വാവ കഴിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ചോണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഇതില്ലെങ്കിൽ ഞങ്ങൾ 34 പോകും, ഞങ്ങളുടെ ദേവാലയങ്ങൾ മുഴുവൻ പോകും. യാക്കോബായിലെ സഭയിലെ എത്ര ദേവാലയങ്ങൾ പോയി? അവിടെ ഭരണഘടനയുണ്ടോ? ഇത് സുപ്രീം കോടതി അനുവദിച്ചു തന്ന ഭരണഘടനയാണ്. ഈ സുപ്രീം കോടതി അനുവദിച്ചു തന്നിരിക്കുന്ന പ്രീമി സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു ലിഖിതമുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന മരിക്കുന്നതിന് 1 മാസം മുമ്പ് എഴുതിയത്. അത് ഇപ്പോഴും എന്റെയിലാണ് അതിന്റെ കസ്റ്റഡി. ഞാൻ മിൻസ് ബുക്കിനകത്ത് മേളിൽ എഴുതിയിട്ടുണ്ട്. ജ്ഞാനായ സമുദായ അസോസിയേഷനും ജ്ഞാനായ സമുദായ ഭരണഘടനയും ജ്ഞാനായ സമുദായത്തിന്റെ സ്വാതന്ത്ര്യവും നിങ്ങൾ നിലനിർത്തണം മക്കളെ എന്ന ലാസ്റ്റ് കഴിഞ്ഞ പിന്നെ അദ്ദേഹം എഴുതിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് സുപ്രീം കോടതി അനുവദിച്ചു തന്നതാ ഈ ഭരണഘടന. ഇത് പോയാൽ ഞങ്ങളുടെ അസ്തിത്വം ഇല്ലാതെയാകും. ഇതിനകത്ത് മാറ്റങ്ങൾ വേണേ ഭൂരിപക്ഷത്തോടുകൂടി മാറ്റിച്ചോ. അപ്പൊ ഞങ്ങൾക്ക് അവർ പറയുന്നത് അവർക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല, അതിന് പിന്നെ എങ്ങനെ നോക്കുന്നത്? അത് അങ്ങനെയാണോ പറ്റുന്നത്? അങ്ങനെ പറ്റുമോ? നമുക്കിപ്പോ ഇവിടെ ഒരു MBA നമ്മുടെ ഇലക്ഷനിൽ കൂടെ തെരഞ്ഞെടുക്കുന്നുണ്ട്, MLA തെരഞ്ഞെടുക്കുന്നുണ്ട്. MLA പിറ്റേ ദിവസം പറയുക ഞാൻ MP ആന്ന് പറഞ്ഞാൽ ഒക്കുവോ? അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് സഹായമെത്രാച്ചന്മാരായിട്ട് തെരഞ്ഞെടുത്തു. അവർ സഹായമെത്രാച്ചന്മാരായിട്ട് നിൽക്കട്ടെ. സമുദായ മെത്രാപ്പോലീത്തായിട്ട് വേണേ അവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ ജ്ഞാനായ അസോസിയേഷൻ വേണം തെരഞ്ഞെടുക്കാൻ. ജ്ഞാനായ അസോസിയേഷനിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട അധികാരാവകാശങ്ങൾ ജ്ഞാനായ അസോസിയേഷനാണ് തീരുമാനിക്കേണ്ടതെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തീരുമാനിച്ചോ? അവർ തീരുമാനിച്ചോട്ട് കൊടുക്കാം. പക്ഷെ ഭൂരിപക്ഷം ഇല്ലെന്ന് പറയുന്നവരുടെ ബാബായി ഇടപെടുത്തിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത് ഒരു ജനാധിപത്യ രീതിയിലോ അല്ലെ ഡെമോക്രസിയോ അല്ലെ നമ്മുടെ ഒരു സഭയിൽ പറ്റുമോ? അത് തീരുമാനിച്ച് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. എന്റെ പറയുന്നത് ഞങ്ങൾ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എപ്പോഴും. അപ്പൊ അവർ പറയുന്നത് ഇവിടുത്തെ ടെമ്പറൽ മാറ്റർ നോക്കുന്ന ജ്ഞാനായ അസോസിയേഷൻ ജ്ഞാനായ കമ്മിറ്റിയുമാണ്. ഞങ്ങൾക്കുണ്ട് ജ്ഞാനായ കമ്മിറ്റിയും ജ്ഞാനായ അസോസിയേഷനാണ്. അവർ പറയുന്നത് ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കത്തില്ല, ആരുമായിട്ടും. സമുദായ മെത്രാപ്പൊലീത്ത ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. സഹായ മെത്രാച്ചന്മാർ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കത്തില്ല. എന്നാ വേണ്ട, മധ്യസ്ഥത വെച്ച് നമുക്ക് യാക്കോബായിലെ കാതോലിക്ക ബാബായിട്ടിരിക്കപ്പം 4 പ്രാവശ്യം പോയി. ഒരു ബാബ പറഞ്ഞു അത് സമ്മതിക്കുകയില്ല, ആദ്യം തന്നെ മാറി നിൽക്കേ. അവർ പറയുന്ന അസോസിയേഷൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ചർച്ച ചെയ്യാൻ ഞങ്ങൾ റെഡി, ചർച്ചയ്ക്ക് റെഡിയാണ്. അവര് വരട്ടെ, ആ ചർച്ച ചെയ്ത് തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ സമാധാനത്തിന്റെ പാതയിൽ ഒരുമിച്ച് കൈകോർത്ത് സഞ്ചരിക്കാൻ വാതിലുകൾ തുറന്നിട്ട് ജ്ഞാനായ സമുദായ സെക്രട്ടറി കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും. ഒരു ഫുഡ് ഫോർ തോട്ട്. നമ്മള് സുറിയാനി വിശ്വാസികളെ വിളിക്കുന്ന നസ്രാണികളല്ലേ? സുറിയാനി വിശ്വാസികൾ എല്ലാവരും നസ്രാണികളല്ല, അത് വേറൊരു വിഷയം. അല്ല, അതിലോട്ടാ പോർച്ചുഗീസുകാരല്ലേ ക്രിസ്ത്യാനി എന്നുള്ള പദം കേരളത്തിൽ കൊണ്ടുവരുന്ന? ക്രിസ്ത്യാനി പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് പൊതുവെ ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ക്നാനക്കാര് അന്ത്യോക്യയിൽ നിന്നാണ് വന്നെങ്കിൽ ഈ ക്രിസ്ത്യാനി എന്നുള്ളൊരു വാക്ക് എവിടെയാണ് ആദ്യം സ്ഥാപിക്കുന്നത്? അന്ത്യോക്യയിലല്ലായിരുന്നോ? അല്ലല്ല, അങ്ങനെയല്ല. പോർച്ചുഗീസുകാരല്ലേ ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് ഡച്ചുകാരാണ് കൊണ്ടുവരുന്നത്. ഈ പിന്നെ കേരളത്തിൽ കൂടുതൽ ഉപയോഗിച്ചത്. ഈ അതുപോലെ അന്ത്യോക്യയിലെ ക്രിസ്ത്യാനികളെന്ന് അവർ വിളിക്കപ്പെട്ടു. പക്ഷേ ആ പദം കേരളത്തിൽ ക്നാനക്കാർ കൊണ്ടുവന്നു. അറബികൾ നസ്രാണികളെന്നാണ് വിളിച്ചിരുന്നത്. ഇന്നും നാസറീനാണ് വിളിക്കുന്നത്. കറക്റ്റ്. അവരും അറബികളും മിഡിൽ ഈസ്റ്റില് നസ്രാണിയാണ് ഇന്നും ഉപയോഗിക്കുന്നത്. ഇന്നും അതെ. അതെ. പക്ഷെ ആ ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് അന്ത്യോക്യയിൽ കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്യൂർ അന്ത്യോക്യ വിശ്വാസികൾ മാത്രം എന്ന് പറയുവാണെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? അല്ല, അത് ബൈബിളിന്റെ അതോറിറ്റിയാണ് ചലഞ്ച് ചെയ്യുന്നത്. എന്താണ് അത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടുത്തെ വിഷയം ബ്രദർ ഒത്തിരി ബുദ്ധിമുട്ടി നമ്മളോട് പറഞ്ഞു. ബുദ്ധിമുട്ടല്ല, ഞങ്ങളുടെ ഇവിടുത്തെ വിഷയം തീരുന്നെങ്കിൽ തീരട്ടെ എന്നുള്ള രീതിയിൽ പൊതുസമൂഹം ഇത് എന്താണെന്ന് അറിയാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയല്ലോ. പൊതുസമൂഹം ജ്ഞാനായ സമുദായത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ഷിബു ബ്രദർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നമ്മളോട് പറഞ്ഞു. ഞങ്ങൾക്ക് എവിടെയും എന്തും പറയുന്നതിന് ഞങ്ങളുടെ കയ്യിൽ യാതൊരു കളവുമില്ല. ഞങ്ങൾ പറയുന്നത് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി, ആ ചട്ടക്കൂടിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. പുറത്ത് ചാടരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പുറത്ത് ചാടരുത്, അതിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞു തീർക്കാമല്ലോ. അത് പറഞ്ഞു തീർക്കാനായിട്ട് അപ്പോൾ നിബന്ധനകൾ വെക്കുക. പറഞ്ഞു തീർക്കണമെങ്കിൽ നിബന്ധനകളല്ല, ആ നിബന്ധനകൾ അനുസരിച്ച് അൺകണ്ടീഷണൽ ആയിട്ട് മാറി നിന്നിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാൻ എങ്ങനെ പറ്റുന്നത്? അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മാറി നിൽക്കുക. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ജ്ഞാനായ കമ്മ്യൂണിറ്റി നിങ്ങൾ എല്ലാവരും എല്ലാ കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ അളിയന്മാരും സഹോദരന്മാരും അമ്മാച്ചന്മാരും എല്ലാം ഒരുമിച്ചൊരു, പ്രത്യേകിച്ച് ഈ ക്രിസ്മസിന്റെ സീസൺ ഒക്കെ വരുമ്പോൾ ഒരു സ്നേഹത്തിന്റെ സ്പിരിറ്റില് ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾ ഐക്യത്തിൽ പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാരോട് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഇപ്പൊ നമുക്ക് പാത്രികീസ് ബാവയെ അങ്ങ് ഒഴിവാക്കിയാൽ വളരെ നല്ല. കാരണം അദ്ദേഹത്തെ ഇതിനകത്തൊക്കെ വലിച്ചഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി ഒരു ഭരണഘടന ഉണ്ടാക്കാൻ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ?
ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ട്? അല്ല, ഇന്ത്യൻ ഒറിജിനൽ ഞങ്ങൾ വരത്തില്ല. ഞങ്ങൾ അവിടുന്ന് വന്നവരാണല്ലോ. ഞങ്ങൾ യഥാർത്ഥം പറയുകയാണെങ്കിൽ കുടിയേറി പാർത്തവരാണല്ലോ ഇവിടെ. അപ്പൊ ഞങ്ങൾ ഇന്ത്യൻ ഒറിജിനൽ ആകാനായിട്ട് ഞങ്ങൾ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഇതേ ഉള്ളൂ. ഞങ്ങൾ സ്വന്തം ഇപ്പൊ ആരുടെയും ഡിപ്പെൻഡബിൾ അല്ല. ക്നാനായ സമുദായം പണ്ട് തൊട്ട് ക്ലിമീസ് തിരുമേനി ഒരു ഭാഗത്ത് സമയത്ത് മാത്രം അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്ത ആയി. അതാണ് കോടതിയിൽ വന്ന ഉടനെ ചലഞ്ച് ചെയ്യേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം രാജിവെച്ചല്ലേ അദ്ദേഹത്തിന് അന്ന് കാതോലിക്ക ബാവ ആകാമായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒടുവില് ഈ രണ്ടായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ഈ പെരുമ്പള്ളി തിരുമേനിയും അതുപോലെ ഇപ്പം കാലം ചെയ്ത തിരുമേനി ഇവർ 3 പേരെ ഉള്ളായിരുന്നല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിന് വേണേ കാതോലിക്കായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാതോലിക്ക ആകുകയാണെങ്കിൽ എന്റെ സമുദായത്തിന്റെ അതിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് അദ്ദേഹം പോയില്ല. അദ്ദേഹം ക്നാനായ അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം രാജിവെച്ചു. അതോടെ ഒത്തിരി ചർച്ചകളൊക്കെ നടന്നതാ. അപ്പൊ അന്ന് തൊട്ടേ നമ്മൾ എൻഡോഗമി അന്ന് തൊട്ടേ കാത്തു പരിപാലിക്കുന്നതാണ്. എനിക്ക് ഞാൻ പറയുന്നത് ലോകത്തിലെ 8ാമത്തെ അതിശയമാണ് ഈ ക്നാനായക്കാരൻ എന്ന് പറഞ്ഞാൽ. ഇതുപോലെ ഒരു സഭ എങ്ങും കാണത്തില്ല. നിങ്ങൾ ഈ ഭരണഘടന ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടുള്ള ഒരു നിലനിൽപ്പും കണ്ടിന്യൂറ്റി നിങ്ങൾക്കുണ്ടല്ലോ. പൂർവികമായിട്ട് നിലനിൽക്കുന്ന ഒരു സമുദായമല്ലേ. അപ്പൊ സമുദായത്തിന്റെ പൂർവികതയ്ക്കല്ലേ ഭരണഘടനയെക്കാളും പ്രാധാന്യമുള്ളത്? അതിലെല്ലാം അവരുണ്ടാക്കിയതല്ലേ, നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. ഞങ്ങൾ അന്ന് കൊടുങ്ങല്ലൂർ പോന്നപ്പോൾ കൊടുങ്ങല്ലൂർ ദേവാലയം ഉണ്ടായിരുന്നു, കുളന്തുരുത്തി ദേവാലയം ഉണ്ടായിരുന്നു, ഉദയംപേരൂർ ഉണ്ടായിരുന്നു, അതെല്ലാം പോയല്ലോ. അങ്ങനെ വന്ന് ഞങ്ങൾ ഇന്നും ചെറിയ മൈനോറിറ്റി ആണല്ലോ. ഒടിയിൽ വന്ന് ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 6 ദേവാലയമേ ഉള്ളൂ മൊത്തം. AD 345 വന്ന പാർട്ടികൾക്ക് ഈ ഭരണഘടന 1882 ഉണ്ടാക്കുമ്പോൾ വെറും 6 ദേവാലയം. പിന്നെ ഇതുള്ളതുകൊണ്ട് ഇപ്പം ലോകം മുഴുവൻ ദേവാലയങ്ങളായി. അമേരിക്കയിൽ തന്നെ ഞങ്ങളുടെ ഇപ്പം അവിടെ എൻഡോഗമിയാണ്, അവിടെ ഇപ്പം 18 ദേവാലയമായി. UK-ൽ 10-18 ഉണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഗൾഫിലുണ്ട്, ഇവിടെ നാട്ടിലും. അപ്പൊ അതിന് ഇതുണ്ടാക്കിയതിന് ശേഷമുള്ളതാ. അല്ലെ പിന്നെ 1700 വർഷം മുമ്പ് ഉണ്ടാക്കിയ ദേവാലയങ്ങളെല്ലാം എന്ത് ചെയ്യും? അതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾക്കൊരു മെത്രാനും ഇല്ലായിരുന്നു, ഒരു ഭരണഘടന ഇല്ലായിരുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി. അതിനുശേഷം പിതാക്കന്മാരുണ്ടാക്കിയ ചട്ടക്കൂട്ടാണ്. അതിനകത്ത് അത് പൊളിക്കരുതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് പൊളിക്കരുത്. ഓക്കെ. അപ്പൊ ഒരു ഫൈനൽ വേർഡ്സ് ആയിട്ട് എന്താണ് വക്കീലിന് പറയാനുള്ളത്? ഇപ്പൊ നാളെ നമ്മുടെ നിങ്ങൾ എതിർ വിഭാഗമെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിന്റെ പ്രതിനിധികളായിട്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചർച്ചയുണ്ട്. സോ അത് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. കാരണം കോൺവെർസേഷൻസ് ഉണ്ടാകട്ടെ. കോൺവെർസേഷൻസ് ഉണ്ടാകുമ്പോഴാണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മാറ്റാനായിട്ട് കോൺവെർസേഷൻസ് ഓൾവേസ് ഇമ്പോർട്ടന്റ്. വക്കീൽ ഒരു ക്ലോസിംഗ് വേർഡ് പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട സമുദായ സെക്രട്ടറി പറയട്ടെ. My personal opinion is you throw light on the issues. Let people understand what the issues are. നമ്മൾ ഇരുട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കൺഫ്യൂഷൻസും ഫ്രസ്ട്രേഷൻസ്. ഇപ്പം ബ്രദർ പറഞ്ഞ പോലെ പടം കത്തിക്കുന്ന ദോസ് ആർ ഓൾ എക്സ്പ്രഷൻസ് ഓഫ് ഫ്രസ്ട്രേഷൻസ്. വി ഹാവ് ടു മിറ്റിഗേറ്റ് ദി ക്രൈസിസ്. വി പുട്ട് ലൈറ്റ് ആൻഡ് എൻലൈറ്റൻ പീപ്പിൾ. ഇൻഫാക്ട് കാതോലിക്ക ഡിസ്കഷനിലും ഞാൻ ഒരു സജഷൻ ഇട്ടിരിക്കുന്ന അസോസിയേഷൻ ഹാസ് ഓൾറെഡി ടേക്കൺ എ ഡിസിഷൻ. സഹായമിത്രമാർക്ക് കൊടുക്കാൻ 2020 ഒരു തീരുമാനം എടുത്തതാണ്. നമ്മുടെ കാതോലിക്ക ബാബ ബെസേലിയസ് ജോസഫ് ബാബയുടെ ഒരു മീഡിയേഷനിൽ നിങ്ങളുടെ പ്രശ്നം തീരുന്ന, കാരണം അദ്ദേഹം ആ തരത്തിലുള്ള കഴിവുള്ള ഒരു ഭാഗമാണ്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ബാബിൽ കം ഫോർവേഡ് ഈ മീഡിയേഷനെ കൂടെ. ഐ വിൽ നെവർ സജസ്റ്റ് ലിറ്റിഗേഷൻ. സഭാ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഒരിക്കൽ കോടതിയിൽ പറഞ്ഞതാണ്. ദി ചർച്ച് ഈസ് ആസ് ഓൾഡ് ആസ് ലോ. വക്കീലെ, ഈ യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നം 100 കൊല്ലം കേസ് നടത്തിയിട്ട് ഇപ്പൊ ചർച്ചയ്ക്ക് പോയിരിക്കുക. അപ്പൊ കോടതി പോകുന്നതിൽ ഒരർത്ഥമില്ല. ഈ കോടതി വഴി ഇത് സ്ഥാപിക്കാൻ കരുതണ്ട. കാരണം 100 കൊല്ലം കേസ് നടത്തിയ 2 കൂട്ടരുടെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാന്ന് പറയുന്നു. എന്നാ പിന്നെ ആദ്യം ചർച്ച ചെയ്താൽ പോലെ അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഹൈക്കോടതിയിൽ പോലും ഞാൻ പറഞ്ഞതാ ജഡ്ജിയുടെ അടുത്ത്, there is mediation talks happening. സിനഡിൽ ഒരു തീരുമാനം എടുത്ത കാതോലിക്കമായി ചുമതലപ്പെടുത്തി മീഡിയേഷനെ കൂടെ സെറ്റിൽ ചെയ്യാനായിട്ട്. ആൻഡ് ഐ ടോൾഡ് ദി കോർട്ട് not to take the matter up now. അത് സ്റ്റേ കോടതി തള്ളുന്ന മുമ്പ് ഈ ലിറ്റിഗേഷൻ ഇപ്പം വേണ്ട, മീഡിയേഷൻ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. അപ്പൊ പാത്രീസ്മാരുടെ കൗൺസിൽ വക്കീലും സഹായമിത്രമാരുടെ വക്കീലും പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവും കിട്ടിയിട്ടില്ല. ബിക്കോസ് ബാബയുടെ കൽപ്പന ഒന്നും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയിട്ടില്ല. അവിടെ ഇവിടെ മീഡിയേഷൻ നടക്കുന്നില്ല. എന്നിട്ട് പോലും വി അപ്രോച്ച്ഡ് കാതോലിക്ക സെക്രട്ടറി പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് ആൻഡ് തിങ്സ് വർ മൂവിംഗ് ഫോർവേഡ്. ഇപ്പം പാത്രീസ് ബാബ തന്നെ പറഞ്ഞു സമുദായ മിത്രയുടെ ഒരു അൺകണ്ടീഷണൽ അപ്പോളജി ഇല്ലാതെ മീഡിയേഷൻ വേണ്ട എന്നുള്ളത്. So obstacles is not being put by us. We are ready for discussion anytime. But when you put conditions, നിലപാടുകൾ മാറ്റാനുള്ളതാണ്. നമുക്ക് let us hope for the best. അപ്പം സമുദായ സെക്രട്ടറി ഒരു ക്ലോസിംഗ് വേർഡ് പറഞ്ഞു, നമുക്ക് ക്ലോസ് ചെയ്യാം. അല്ല, ഇപ്പൊ നാളെ ഇപ്പം ബ്രദർ പറഞ്ഞു നാളെ അവരുമായിട്ടുണ്ടെന്ന്. അവരിപ്പോ ഈ പറയുന്നത് ഈ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ പറയുന്നത് അവർ പറയും ഭരണഘടന തെറ്റിക്കുന്നത്. അല്ല, അവർ പറയട്ടെ. അവർ പറയുന്നത് എന്തിനാ നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത്? അവർ പറയട്ടെ. അതാണിപ്പം അവർ യാതൊരു ഉത്കണ്ഠയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ ആദ്യത്തെ 4ാമത്തെ ക്ലോസിൽ ബ്രദർ പറഞ്ഞു പാത്രികീസ് ബാബയുടെ അധികാരം പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ 4 ക്ലോസ്, ഇത് 165 ക്ലോസ് ഉണ്ട്. ഈ ക്ലോസുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അതേപടി ചെയ്യണമെന്നേ പറഞ്ഞു. ഞങ്ങൾ പാത്രികീസ് ബാബയുടെ അധികാരം കളയണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വൈദികരെ എങ്ങനെ നിയമിക്കണമെന്ന് നിങ്ങളെ പറ്റി വേറെ വിഷയം വന്നു. നിങ്ങൾ ഈ പാത്രികീസാന്റെ അധികാരം കളയാൻ എന്തോ ഒരു തിരുത്തൽ വരുത്തണമെന്ന് പറഞ്ഞൊരു ഈ ഫേസ്ബുക്ക് ഞാൻ കണ്ടത്. അങ്ങനെ വല്ല ശ്രമം നിങ്ങൾ നടത്തിയായിരുന്നു? ഇല്ല, ഞങ്ങളിവിടെ കേസ് കോടതിയിൽ ഇരിക്കുകയായതുകൊണ്ട്
അപ്പൊ അതിൽ പെടാത്ത കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ഇത് 2003 22 വർഷമായി. ഇപ്പൊ 2025 ആയപ്പോഴത്തേക്ക് 23 വർഷമായിട്ട് ഏതൊരു രാജ്യത്തിന്റെ അസംബ്ലിയിൽ എന്തുമാത്രം ചേഞ്ചസ് വരുത്തുന്നു. ഇപ്പൊ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ IPC മാറ്റിയില്ലേ? IPCയുടെ സെക്ഷനിലെ മാറ്റില്ല. അതിനകത്ത് 98 നിങ്ങളുടെ ഈ ഭരണഘടനയിൽ 98 പറയുന്നുണ്ടല്ലോ പാത്രിക് സ്വാഭാവികം സമുദായം തമ്മിലുള്ള ബന്ധത്തെ പറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന്. അത് നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിനകത്ത് ബാക്കി കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് ബാബ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാതിരിക്കുന്നത്? ഇപ്പം വൈദികരെ അത് ഈ പറയുന്ന 4 അതായത് ഇവര് പറയുന്ന പാത്രീസ് ബാവ മെത്രാപ്പൊലീത്ത വാഴിക്കണം എന്നുള്ള ക്ലോസ് എടുത്ത് കളയാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇവര് ചിന്തിക്കാത്തൊരു സംഗതി, ഭരണഘടന 83C സെക്രട്ടറി പറഞ്ഞ പോലെ 83C പറയുന്നുണ്ട് പാത്രീസ് ബാവയാൽ നിയമിക്കപ്പെട്ട ഒരാൾ മാത്രമേ ഇവിടെ മെത്രാപ്പൊലീത്തയായിട്ട് ചാർജ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കലും പാത്രീസ് ബാവയെ നമ്മൾ ഒഴിവാക്കുമല്ല. പക്ഷേ ഒരു ക്ലാരിറ്റി, സെക്രട്ടറി പറഞ്ഞ പോലെ ക്ലാരിറ്റി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. 95 സുപ്രീം കോടതി ജഡ്ജ്മെന്റും ഈ റോയൽ കോടതിയുടെ വിധി എല്ലാം വെച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇപ്പം ബ്രദർ തന്നെ ചോദിച്ച ടെമ്പറൽ അതോറിറ്റി 84(2) ഇതൊക്കെ കുറെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ കുറച്ച് ക്ലാരിറ്റി വരേണ്ട അനിവാര്യമാണ്. സെക്രട്ടറി പറഞ്ഞ പോലെ 83C അങ്ങനെ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് അഥവാ ആളുകൾക്ക് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് അന്ത്യോക്യ പാത്രികീസിന് ഭയങ്കര സുഖാനികനായ സമുദായത്തിന് വേണ്ടി മെത്രാപ്പൊലീത്ത സഹായ മെത്രാനായി കാനോനികമായി വാഴ്ചപ്പെട്ടു നിയമിക്കപ്പെടേണ്ടത്. അപ്പൊ ഇതാണ് നിങ്ങൾ അമെന്റ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്യുന്നത്? അല്ല, ഇത് അമെന്റ്മെന്റിലായിരുന്നു. ഇത് ജ്ഞാനായ അസോസിയേഷൻ ആണ് അമെന്റ് ചെയ്യേണ്ടത്. അമെന്റ് ചെയ്യേണ്ടത് ഇതാണ്. ഈ പറയുന്ന ഇവരുമായിട്ട് നമുക്ക് യാതൊരു വിഷയവുമില്ല. ഈ ജ്ഞാനായ അസോസിയേഷന്റെ ഭൂരിപക്ഷം അനുസരിച്ച് അമെന്റ് ചെയ്യാമെന്ന് ചെയ്യട്ടെ. നിങ്ങളുടെ പാത്രികീസിന്റെ ഒന്നും അധികാരം കളയാനായിട്ട് ഞങ്ങൾ പോകുന്നില്ല. പാത്രികീസിന് അധികാരം ഉണ്ടെങ്കിൽ ആ അധികാരം തന്നെ അവിടെ ഇരുന്നു കൊള്ളട്ടെ. ബാക്കി പറയുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സെക്ഷൻ അനുസരിച്ച് ചെയ്യട്ടെ. പാത്രികീസിന്റെ അധികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വൈദികരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റൊരു ചെയ്യണമെന്ന് പറഞ്ഞാൽ പാത്രികീസ് കയറി ഇടപെടുക, അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നു? ഇവിടെ എഴുതി വെച്ചിരിക്കുകയല്ലേ? എന്നാൽ ഇത് മാറ്റി കഴിഞ്ഞിട്ട് ഇത് സുപ്രീം കോടതി, എനിക്കിതേ ഉള്ളൂ ലാസ്റ്റ് പറയാനുള്ളത്, സുപ്രീം കോടതി ജ്ഞാനായ സമുദായത്തിന് അംഗീകരിച്ചു തന്ന ജ്ഞാനായ ഭരണഘടന അനുസരിച്ച് ഇവിടെ ഭരിക്കപ്പെടണം. അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു 5% ആൾക്കാരുടെ ഈ സമുദായത്തിൽ വിഘടിച്ച് നിൽക്കുന്നുണ്ട്. അവരുമായിട്ട് ഏത് സമയവും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറ്. പക്ഷെങ്കിൽ അൺകണ്ടീഷണൽ ചർച്ച എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് ചർച്ച ചെയ്താണ് ഒരു പാക്കേജ് ഉണ്ടാക്കി നമ്മൾ സാധാരണ എവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്താൽ തീർക്കുന്നത്. അപ്പൊ നീ അങ്ങോട്ട് മാറുന്നില്ല എന്നിട്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ചർച്ചയ്ക്കും തയ്യാറാണ്. ഇത് അനുസരിച്ച് പോയാൽ ഇവിടുത്തെ വിഷയം തീരും. അതിന് എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജ്ഞാനായ സമുദായത്തിന്റെ പ്രശ്നങ്ങളെ പഠിക്കുകയാണ്. അതിലെ ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രതിനിധികളായിട്ട് സമുദായ സെക്രട്ടറിയും അതുപോലെ പ്രശസ്ത അഭിഭാഷകൻ സന്ദീപ് എബ്രഹാമും നമ്മോട് ചേർന്ന് ഇത്രയും നേരം സംസാരിച്ച് നാളെ മറുവിഭാഗത്തിന്റെ പ്രതിനിധികളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈ വിഷയങ്ങളിലേക്ക് ഒരു വെളിച്ചം വീശും. ഈ സമുദായം അനുഗ്രഹിക്കപ്പെട്ടത് കാരണം കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെ ഡിറൈവ് ചെയ്യുന്നതിൽ മെയിൻ പങ്കുവഹിച്ച സമുദായമാണ്. അവർ ഐശ്വര്യപൂർണ്ണം നിലനിൽക്കണമെന്നാണ് എല്ലാ ആളുകളുടെയും ആഗ്രഹം. ഈ ക്രിസ്മസിനെ ഇവർ സഹോദരന്മാർ ഒരുമിച്ച് വീഞ്ഞിൽ മുക്കിയ കേക്ക് കഴിക്കുവാൻ അവർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് കാണാം, കോൺവെർസേഷൻ തുടരട്ടെ. അപ്പൊ അവരുടെ ചർച്ച നാളെ ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് കൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ മീറ്റ് ചെയ്യാം. ഒരു തിരുത്തുണ്ട്. ഇദ്ദേഹം വക്കീൽ മാത്രമല്ല, ഇദ്ദേഹം ജ്ഞാനായ അസോസിയേഷൻ മെമ്പറാണ്. പള്ളികളിൽ നിന്ന് എലക്ട് ചെയ്തതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ മെമ്പറും അഭിഭാഷകനുമായിരിക്കുന്ന സന്ദീപ് കുഴപ്പമില്ലല്ലോ. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഇപ്പൊ എന്നോട് ഒരാൾ ആശങ്ക പറഞ്ഞായിരുന്നു, ഇവിടെ നിങ്ങളെ വരുമ്പോ ഇവിടെ വലിയ വഴക്കുണ്ടാവുമോ? അല്ലല്ല, ഞാൻ നിങ്ങളായിട്ട് വഴക്കുണ്ടാകും. അപ്പൊ പിന്നെ കാണാം ഇനി. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.